അല്ലിച്ചാ നമ്മളെങ്ങോട്ടാ നേരെ ആദ്യം പോയി ഫുഡ് കഴിക്കാം അല്ലേ? രാവിലെ ഒരു 9 ആയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പം നേരെ എടപ്പള്ളി പോയിക്കൊണ്ടിരിക്കുക. ഇനി അവിടുന്ന് ഫുഡൊക്കെ കഴിക്കണം. ഈ എടപ്പള്ളി എന്ന് എങ്ങനെ പേര് വന്നേ? അത് അവിടെ ഒരു പള്ളി ഉള്ളതുകൊണ്ട്. ആ പള്ളി ഉള്ളതുകൊണ്ടാണോ ആ പേര് വന്നേ? അതെ അതെ. എടപ്പള്ളി എത്താറായല്ലേ ഫ്രണ്ട്സ്? അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. രാവിലെ ഒരു മസാല ദോശ കഴിക്കാമെന്ന് വെച്ചു. അമ്പിസ്വാമി ചേട്ടൻ്റെ ദോശ കഴിക്കാൻ ഞങ്ങൾ വെയിറ്റിംഗ് ആണ് ഗൈസ്. ദോശ ആസ്വദിച്ച് മുക്കി മുക്കി കഴിക്കുന്ന ആൽബിച്ചനെ കണ്ടോ? അപ്പം നല്ല ചൂട് ചായയും മസാല ദോശയും കഴിച്ച് വയറും മനസ്സും ഒക്കെ നിറഞ്ഞു. ഇനി ഞങ്ങൾ നേരെ പള്ളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് എടപ്പള്ളിയിലെ ഏറ്റവും ഫേമസ് ആയ പള്ളി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളികളിൽ ഒരെണ്ണമാണിത്. ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയായിരുന്നു. പിന്നീട് വേറെ പള്ളികളൊക്കെ വന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പള്ളി ഒന്ന് കാണണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ നടന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് എനിക്ക്. വീഡിയോ എടുക്കാൻ വന്നതാണെങ്കിൽ എടപ്പള്ളിയിലെ പുണ്യപുരാതനമായ ദേവാലയം കൺകുളിർക്കെ കണ്ടോളൂ ഗൈസ്. പള്ളിക്കകത്ത് കുർബാന നടക്കുകയാണ്. അതുകൊണ്ട് പള്ളിക്കകത്ത് പടം പിടുത്തമൊന്നും നടക്കത്തില്ല. അച്ഛൻ്റെ ശബ്ദം നല്ല അടിപൊളിയാണല്ലോ. നല്ല ശബ്ദമുള്ള ആൾക്കാർ കുർബാന ചെല്ലുമ്പോൾ കുർബാന കൂടാൻ തോന്നും. വളരെ നല്ല മനോഹരമായ പൂന്തോട്ടം കണ്ടിരിക്കാൻ തോന്നും. നല്ല രസമുണ്ട്. പൂക്കളുള്ള ചെടികൾ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇനി പൂക്കളില്ലാത്ത ചെടികൾ കുറച്ച് കാണാം. ഇത്രയും നല്ല ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, ആൾക്കാർക്ക് പള്ളി കയറാൻ തോന്നത്തില്ല. പുറത്ത് നടന്ന് ഈ ചെടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഒരു 360 കറങ്ങി കാണിച്ചു തരാം പള്ളിയുടെ ചുറ്റും. ദേണ്ട ഒരുത്തം പോകുന്നു. കുറച്ച് നേരത്തേക്ക് കാണുവാനില്ലായിരുന്ന മുതൽ തിരിച്ചെത്തിയിട്ടുണ്ട്. വരൂ വരൂ, കടന്നു വരൂ. അപ്പം ഞങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ ആതിരപ്പള്ളി പോകാനാണ് പ്ലാൻ. ഈ പോകുന്ന വഴിക്കല്ല ഈ പില്ലർ ഉണ്ടാവുമോ? ആലുവ വരെ ഉണ്ടല്ലേ? മെട്രോ സ്റ്റേഷൻ അല്ലേ? അപ്പോൾ ഗൈസ്, നമ്മൾ ആതിരപ്പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 65 കിലോമീറ്റർ ഉണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും ഉണ്ട്. അതുകൊണ്ട് സമയമെടുക്കും അവിടെ ചെല്ലുമ്പോൾ. ഇനി ആൽബിച്ച എങ്ങനെ പോകുന്നു പ്രൊഫഷണൽ ജീവിതമൊക്കെ? വളരെ നന്നായിട്ട് പോകുന്നത്. പറയാനാ കഷ്ടപ്പാടാണോ? ഡിസി ഹോസ്പിറ്റലിലെ ആൾക്കാരൊക്കെ ചിലപ്പോ ഈ വീഡിയോ കണ്ടേക്കും. നല്ല ഡോക്ടേഴ്സ്, നല്ല മാനേജ്മെന്റ്. വീഡിയോ എടുക്കുന്നുണ്ടാവും. ഹോസ്പിറ്റലിനെ പറ്റിയൊക്കെ നല്ല പൊക്കി അടിക്കുന്നുണ്ട്. ഞാൻ ആൽബിച്ചനെ പരിചയപ്പെടുത്തിയില്ല. ആൽബിച്ചൻ എൻ്റെ കൂടെ ഫിസിയോതെറാപ്പി പഠിച്ചതാണ്. ഇപ്പൊ ലിസി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത് ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ട്. ദേ ഗൈസ്, ധാരാന്ന് നോക്കിക്കേ. ഗൈസ്, ഈ KSRTC മാമൻ ഞങ്ങളെ തൊട്ടില്ല എന്നുള്ള രീതിയിലാണ് കയറിപ്പോയത്. സീനാണ്. ഇവന്മാർക്കൊന്നും തട്ടിയാലും സീനൊന്നും ഇല്ലല്ലോ, ഇരിപ്പല്ലേ. അല്ലെങ്കിലും കേസും ആകത്തില്ല. എല്ലാം സർക്കാരിന്റെ വണ്ടികൾ തന്നെയല്ലേ. അല്ലേ? അവര് തമ്മിലിട്ട് മത്സരമായിരിക്കും. ആര് ജയിക്കും? സൂപ്പർ ഫാസ്റ്റ് ജയിക്കുമോ അല്ലെങ്കിൽ മറ്റേതെന്താ? അതും സൂപ്പർ ഫാസ്റ്റാ. കൂടിയ സൂപ്പർ ഫാസ്റ്റാന്ന് തോന്നുന്നു. ആര് ജയിക്കുമെന്നറിയാൻ നമ്മൾ ഒത്തിരി പുറകോട്ടായി പോയി ഗൈസ്. KSRTC ബസ്സിൽ ഇരിക്കുന്നവരെന്ന് പറയുന്ന എത്രയും പെട്ടെന്ന് പോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അത് വഴി കൂടെ പോകുന്നവർക്ക് വേറെ ബുദ്ധിമുട്ട്. ഡ്രൈവർമാരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. സൂപ്പർ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത്ര ലിമിറ്റ് ഉണ്ടോ? ഇത്ര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കണം അവര്. അല്ലെങ്കിൽ ആൾക്കാർ പറയും ഇതെന്തോ സൂപ്പർ ഫാസ്റ്റ്. നന്നായിട്ട് സ്പീഡിൽ ഓടിച്ചില്ലെങ്കിൽ അവർക്ക് പ്രഷർ ഉണ്ടെന്ന് തോന്നുന്നു. സ്പീഡ് എന്ന് പറഞ്ഞാൽ 70 അങ്ങനെ എന്തോ ഉള്ളെന്ന് തോന്നുന്നു. 60 വലിയ ബസ് എന്തായാലും ഇത്രയും വണ്ടികളുടെ ഇടയിലൂടെ അവിടെ വരെ എത്തിച്ചില്ലേ നമ്മളെ? ആന വണ്ടി. അങ്ങോട്ട് തിരിഞ്ഞാൽ നമുക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടില്ല, നമ്മൾ വേറെ വഴിക്കാൻ. യെസ്, ഫൈനലി നമ്മൾ KSRTC, നമ്മളെ തോൽപ്പിച്ച KSRTC നമ്മൾ തോൽപ്പിക്കാൻ പോവുകയാണ്. പക്ഷേ മുമ്പിലുള്ള ഒരു
നമ്മൾ ഫൈനലി തോപ്പിച്ചിരിക്കുന്നു, ഒന്നിനെ തോപ്പിച്ചിരിക്കുന്നു. അടുത്തതിന് മുന്നേ കൽപ്പിച്ച പെട്ടെന്നല്ലേ കാലാവസ്ഥ മാറിയത്. കുറച്ചു നേരം മുമ്പ് വെയിലല്ലായിരുന്നു, ഇപ്പൊ ഇതാണ് പെട്ടെന്ന് മഴ വന്നത്. ഇത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെയിലാവും. അതാ ഇപ്പോഴത്തെ അവസ്ഥ. അതാണ് ഓവർടേക്ക് പോലീസ്. യെസ്, അടിച്ച മാസ്. പോലീസിനെ അവർ തോപ്പിച്ചു. മൂക്കന്നൂർ എത്തിയിരിക്കുകയാണ്.